ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന്, ആ വിക്ടിംസിന് വേണ്ടി സംസാരിക്കുന്ന, നമ്മുടെ നാടിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കൂട്ടർ. രണ്ട്, ഇത് ചെയ്ത ആളുകളുടെ നെറേറ്റീവ് എന്താണോ അത് ഇവിടെ വന്ന് ഒരു നാണമില്ലാതെ സംസാരിക്കാൻ നോക്കുന്ന മറ്റു ചിലർ. പുൽവാമ അറ്റാക്ക് ഉണ്ടായ സമയത്തും പാകിസ്ഥാനി നെറേറ്റീവ് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ ജനതയ്ക്കെതിരെ ചെയ്തൊരു അറ്റാക്കായിട്ടാണ് അവർ പറഞ്ഞത്. പക്ഷേ അവരത് പല പ്രാവശ്യം പ്രസ് മീറ്റിലും അവരെ പാർലമെൻറ്റിലും അത് സമ്മതിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലെ പല മന്ദബുദ്ധികൾക്കും അത് ഇതുവരെ സമ്മതിക്കാറായിട്ടില്ല. 2900 kg എക്സ്പ്ലോസീവ്സ്, അതിനകത്ത് 350 kg RDX. വെറും 80 kg RDX കൊണ്ട് പുൽവാമയിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പോരാഞ്ഞിട്ട് അമ്പലത്തിലെ പ്രസാദത്തിൽ തൊട്ട് നാട്ടുകാരുടെ വെള്ളത്തിൽ വരെ കലക്കാൻ റൈസീൻ എന്ന മാരകവിഷം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിലുള്ള സമയത്തും ഇതുപോലത്തെ നറേറ്റീവോട് പുഷ് ചെയ്യാൻ സോഷ്യൽ മീഡിയ തൊട്ട് അങ്ങ് ടോപ്പ് ലെവലിൽ വരെ ആളുകളുണ്ട് എങ്കിൽ 2.5 ഫ്രണ്ട് വാറിലെ 0.5 എനിമി നമുക്ക് ചുറ്റ് എല്ലായിടത്തും സ്ലീപ്പർ സെൽസ് ആയിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയ തൊട്ട് അങ്ങ് ടോപ്പ് ലെവലിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വരെ ഉണ്ട്. മലാല യൂസഫ്സായ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് ടെററിസം ഇല്ലാതാക്കണം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം വിദ്യാഭ്യാസത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു സാധനമുണ്ട്, വിശ്വാസം.